കൈയടിക്കാൻ തോന്നുമ്പോൾ ശരിക്കും കൈയടിക്കണം. കൂവാനായിട്ടൊക്കെ തോന്നിയ ഒച്ചയിൽ കൂവണം. ഒന്ന് കൂവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂവി എനർജി ഒക്കെ ഒന്ന് റിലീസ് ചെയ്യണം, വേണ്ടേ? അപ്പൊ ഈ ക്രിസ്മസിന് നമ്മള് എല്ലാ വീടുകളുടെയും മുകളിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ കാണൂലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്താണ് ക്രിസ്മസിന് നമ്മുടെ വീട്ടിലേക്ക് തൂക്കുന്ന നക്ഷത്രത്തിന്റെ അർത്ഥം എന്താണ്? ആമ്പിള്ളേരായാലും പെൺപിള്ളേരായാലും ചാടി എഴുന്നേറ്റ് ഉത്തരം പറയുക. ആരാ നോക്കട്ടെ, ഒരു മിടുക്കൻ. എന്താണ് ക്രിസ്മസിന് നമ്മുടെ വീടിന്റെ മുന്നിൽ തൂക്കുന്ന നക്ഷത്രം? ആരാണ്? ഒരു മോഡറേറ്റർ ആരെങ്കിലും ഒന്ന് ഒരു മൈക്കുമായിട്ടൊന്ന് ഇറങ്ങണേ. ആരാ? ആമ്പിള്ളേരാണോ പെൺപിള്ളേരാണോ? പാലായിൽ ആരാ കരുത്തൊന്നും ഇപ്പൊ തെളിയും? മിടുക്കി. അടുത്ത ചോദ്യം അവർക്ക് വിട്ടുകൊടുക്കരുത്. ഓർക്കെ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ ഉണ്ണീഷ ജനിച്ചതെന്ന് പറയുന്നത്, ഉണ്ണീഷ കാലത്ത് ജനിച്ചപ്പോൾ കൊൽക്കത്തായിരുന്നു രാജാക്കന്മാർ വേഗം നടത്തിയത് സ്റ്റാർ ആയിരുന്നല്ലോ. ഞങ്ങളുടെ വീട്ടിൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ണീഷാണ്. കുറവിലങ്ങാട് നിന്ന് വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീടിന്റെ മുകളിൽ തൂക്കാനുള്ള നക്ഷത്രം ഡിൻസി ഇതാ റെഡിയാണ്. രാജാക്കന്മാര് അവരെ വഴി നടത്തിയത് ആ നക്ഷത്രമാണ്, ശരിയല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാൽ, ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മുന്നിൽ എന്ത് തെളിയും? ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മുന്നിൽ നക്ഷത്രം തെളിയും, അല്ലെ? അപ്പൊ ഇനി മുതല് ദൈവത്തെ തേടുന്നവരുടെ മുന്നിൽ നക്ഷത്രമായി തെളിയാൻ പാലായിലെ യൂത്ത് റെഡിയാണോ? എന്നെ കേൾക്കുന്നുണ്ടോ? ഈ നക്ഷത്രത്തിന് ഒരു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നക്ഷത്രത്തിനൊരു വെളിച്ചമൊക്കെ വേണ്ടേ? ആ നക്ഷത്രത്തിനൊരു പുതുമയും ഒരു ഷേപ്പും ഒക്കെ വേണ്ടേ? ആ നക്ഷത്രം കാണുന്നവൻ ദൈവത്തിലേക്ക് വരണ്ടേ? അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ 3 രാജാക്കന്മാർ പൗരസ്ത്യ ദേശത്തു നിന്നും ക്രിസ്തുവിന്റെ ജനനം മുൻകൂട്ടി അറിഞ്ഞ് അവര് ബെത്ലഹേമിലേക്ക് വരികയാണ്. നക്ഷത്രത്തിന്റെ ദിശ കണ്ടാണ് അവര് ദൈവത്തിന്റെ അടുത്തേക്ക് എത്തിയത്. സോ എൻ്റെ ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞഞ്ചന്മാരെ, അനുജത്തിമാരെ, നമ്മുടെ വീടിന് മുന്നിൽ നമ്മളൊരു നക്ഷത്രം തൂക്കുന്നത് പോലെ നമുക്ക് മുകളിലും ഒരു നക്ഷത്രം ഉണ്ടാവണം. നമ്മൾ ഒരുപാട് പേർക്ക് നക്ഷത്രമായി മാറണം. ദൈവത്തെ തേടുന്നവൻ നമ്മളെ കണ്ടാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരുപാട് പേർക്ക് ദൈവം അവരിൽ ജനിക്കുവാനുള്ള കാരണമായി തീരും. അടുത്ത ചോദ്യം അമ്പിളൊരു ഉത്തരം പറയുന്നുള്ള പ്രതീക്ഷയിലാണ്. പറയട്ടെ, ക്രിസ്തു ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവരെന്തിനാ ഈജിപ്തിലേക്ക് പോയത്? ഔസപിതാവും മാതാവും ഉണ്ണീശോനെ കൊണ്ട് ഈജിപ്തിലേക്ക് എന്തിനാ പോയത്? നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിൽ അവിടെ നിന്ന് പറയും. അൽഫോൺസ് ഹെറോദേസ് രാജാവ് 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടീനെ കൊല്ലാൻ പറഞ്ഞു. അൽഫോൻസിന് ഒരു കൈയടി. അൽഫോൻസ് സ്ഥലം ക്രിസ്തു ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഹെറോദേസ് രാജാവ്
ഉണ്ണീശുവിനെ കൊന്നേക്കാം അല്ലേ, അതുകൊണ്ട് അവന് രക്ഷപ്പെട്ടു. സത്യത്തിൽ കേട്ടില്ല, രക്ഷപ്പെടാൻ മിടിക്കുക മോളുടെ പേരെന്താ? ലിയ മിടിക്കുക കേട്ടോ. മിടിക്കുക കേട്ടോ. ക്രിസ്തു ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കൊക്കെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? എല്ലാ ക്രിസ്മസിനും ഉണ്ണീശോ ജനിക്കും, പക്ഷെ ഉണ്ണീശോനെ ആരോ കൊന്നുകളയും. അടുത്ത ക്രിസ്മസ് ആകുമ്പോൾ വീണ്ടും ജനിക്കേണ്ടി വരും ക്രിസ്തു. നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉള്ളിൽ ജനിച്ച ക്രിസ്തു ഇന്നും എന്റെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ട്, ഒരു ഹെരോദേസും എന്റെ ക്രിസ്തുവിനെ കൊന്നിട്ടില്ല എന്ന് നമ്മളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? പറയുന്നവര് മാത്രം ഒന്ന് കൈവയ്ക്കുക, ധൈര്യമായിട്ട് കൈവയ്ക്കുക. ഗോഡ് ബ്ലസ്. ശ്രദ്ധിക്കോ, ബാക്കിയുള്ളവരും ഞാനും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ക്രിസ്തു ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തിലൊക്കെ ഹെറോദേസിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉണ്ണീശോയെ കൊണ്ട് പലായനം ചെയ്തതിന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ഇതിന്റെ ആവശ്യം എന്താ? ദൈവത്തിന് ഇത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ലേ? ഹെറോദേസിനെയൊക്കെ നിഷ്പ്രയാസം കൊന്നുകളയാൻ പറ്റില്ലേ? പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു ഹിഡൻ മെസ്സേജാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ പ്രാവശ്യവും ക്രിസ്തുവിന്റെ ജനനം, ദൈവത്തിന്റെ ജനനം ഉള്ളിലുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും നോമ്പെടുക്കുകയും കഷ്ടത്തില് എന്താ പറയാ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച് തന്നെ നോമ്പെടുക്കുകയും ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുകയും ജനിക്കുകയും ചെയ്യും. പക്ഷെ വിതിൻ നോ ടൈം ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ ഉള്ള പ്രലോഭനങ്ങളിൽ നിന്നും പിശാചുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ആക്രമണത്തിന് വിധേയരായി നമ്മളിലുള്ള ക്രിസ്തു കൊല്ലപ്പെടുകയും. അടുത്ത പ്രാവശ്യം ക്രിസ്മസിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് എൻ്റെ മുഴുവൻ സുഹൃത്തുക്കളും, മുഴുവൻ എൻ്റെ സഹോദരന്മാരുടെ ഉള്ളിൽ മരിക്കാത്ത ഒരു ക്രിസ്തുവിനെ കണ്ടെത്തി അന്ന് നിങ്ങളുടെ സമ്മേളനത്തിൽ വന്ന് നിങ്ങൾ പറയണം, കല്ലറങ്ങാട്ട് പിതാവിനോട് നിങ്ങൾ പറയണം, ഞങ്ങളിലെ ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയണം. ഞങ്ങളിലെ ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് ചങ്കുറപ്പോടുകൂടി പറയാൻ സാധിക്കുന്ന യുവത്വത്തിനെയാണ് ഇന്ന് നമുക്ക് ആവശ്യം. ലോകം മുഴുവൻ മാതൃകയാകേണ്ട ഒരു വലിയ ജനസമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി പറയുകയാണ്. ധീരമായ രക്തസാക്ഷിത്വം നമ്മുടെ പിതാക്കന്മാരൊക്കെ നോക്കിക്കേ, ചില നിലപാടുകൾ എടുക്കുന്നത് കൊണ്ട് വേട്ടയാടപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്നവനും അവന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവനും അവൻ നടന്ന വഴികളിലൂടെ നടക്കേണ്ടി വരും, സഹനങ്ങൾ ഉണ്ടാകും. നമ്മളിലെ പല വൈദികർക്കും പല പിതാക്കന്മാർക്കും ആരോപണങ്ങളെ നേരിടേണ്ടി വരുന്നത് അവരുടെ എടുത്തിട്ടുള്ള ധീരമായ നിലപാടുകൾ കൊണ്ടാണ്. ക്രിസ്തുവിനെ മരിക്കാൻ അനുവദിക്കാതെ കൊണ്ടു നടക്കാൻ ആർജവമുള്ള വൈദികരും സിസ്റ്റേഴ്സും സഭയിൽ ഇന്ന് ആവശ്യത്തിലധികം ഉള്ളത് കൊണ്ടാണ് ഇന്ന് സഭയിലെ വിശ്വാസം കെടാതെ പോകുന്നത്. നിങ്ങൾക്കറിയാമോ അതിനെ പറ്റി? നിങ്ങൾ ഈ അച്ഛന്മാരെ കന്യാസ്ത്രീമാരെയൊക്കെ വീടുകളിൽ പോയി നോക്കിയിട്ടുണ്ടോ? അവരുടെ വല്യമ്മച്ചിമാരെ, അവിടെ പ്രായമുള്ള അമ്മച്ചിമാരുണ്ടാവും, അവരുടെ മുട്ടയിൽ രണ്ടും തഴമ്പുണ്ടാവും. ഉണ്ടാവും. അങ്ങനെ മുട്ടയിൽ നിന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ജപമാല കയ്യിലേന്തി പ്രാർത്ഥിച്ച്, അപ്പന്മാരും അമ്മമാരും അവരുടെ കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ടാണ് സഭയിൽ ഇന്ന് അനേകം വിശുദ്ധരായിട്ടുള്ള വൈദികരുടെയും കന്യാസ്ത്രീമാരുടെയും സാന്നിധ്യം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഒരു പൊരിഞ്ഞ കൈയടി നമ്മുടെ പാലായിലെ മുഴുവൻ യൂത്തും ഒരു പൊരിഞ്ഞ കൈയടി കൊടുക്കേണ്ടത് ആർക്കാണെന്നറിയോ? ഇത്രയേറെ അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും നമുക്ക് തന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കുമാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ അപ്പന്മാരുടെയും അമ്മമാരുടെയും മുട്ടൊന്നും എടുത്ത് നോക്കോ. എന്നിട്ട് അവരോട് പറയണം, ഞാൻ ഒരു ദൈവവിളിയൊക്കെ ഉണ്ടാവാൻ ആഗ്രഹിക്കുമെങ്കിൽ ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, എനിക്ക് വേണ്ടി നിങ്ങളൊന്നും മുട്ടൊത്തി പ്രാർത്ഥിക്കാൻ പറയോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ
വീട്ടിൽ ആവശ്യത്തിന് മക്കളില്ലേ? ഇല്ലേ? ഒരു 3 മക്കളെങ്കിലും വീട്ടിലുള്ളവരെന്ന് കഴിയും. 4 മക്കളെങ്കിലും ഉള്ളത്, 5 മക്കളുള്ള വീട്ടിലുള്ളത്. നിങ്ങൾക്കൊക്കെ ഒരു സ്പെഷ്യൽ സമ്മാനം ഞാൻ തരാം കേട്ടോ. എനിക്ക് എത്ര മക്കളാണെന്നറിയോ? അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള ഇവിടെയുള്ള മുഴുവൻ ജനവും വീടുകളിൽ പോയിട്ട് അപ്പച്ചനും അമ്മച്ചിയോടൊക്കെ പറയാ നമുക്ക് ഇനിയും മക്കൾ വേണ്ടേന്ന് ചോദിക്കുക. മോളുടെ പേരെന്താ? ആരുടെ വീട്ടിൽ 5 മക്കളെ കൈവക്കിയത്? ദൈവം ഈ പാലായിൽ മുഴുവൻ അൽഫോൻസമാരാണോ? അൽഫോൻസയ്ക്ക് ഒരു നല്ല ഗൈഡ് കൊടുക്കണം. അൽഫോൻസയുടെ പേരൻസിനുള്ളതാണ് കേട്ടോ. 6. ഓ, എന്നെ തോപ്പിച്ച്. അൽഫോൻസയുടെ അപ്പച്ചന്റെ പേരെന്താ? ബെന്നി എന്നെ തോപ്പിച്ചു കേട്ടോ. ഒരു മാർക്കിന് ബെന്നി എന്റെ മുകളിലേക്ക് എത്തി. എനിക്ക് പ്രായമായി, അതുകൊണ്ട് ഞാൻ ഇനി ബെന്നിയെ തോപ്പിക്കാനില്ല. എന്നോട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുമല്ലോ. നിങ്ങളുടെ ചോദ്യങ്ങൾ തീരുമ്പോൾ ഞാനിവിടുന്ന് പോകും. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നതില് മിടുക്കരായിട്ടുള്ള വ്യക്തികളും ആരൊക്കെയാണെന്ന് നോക്കട്ടെ. എന്തായാലും പാലായില് അൽഫോൻസാമയുടെ സാന്നിധ്യത്തിൽ വളരെ നമ്മുടെ തേവർപ്പറമ്പിൽ കുഞ്ഞിസന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ഭയങ്കര ഐശ്വര്യമുള്ള മുഖങ്ങളാണ്. പാലക്കാർക്ക് എന്താ ഇത്ര സൗന്ദര്യം? എന്താ എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ. പാലായില് മുഴുവൻ നല്ല ഗ്ലാമറാണല്ലേ. പാലാക്കൊരു ഭയങ്കര പാരമ്പര്യമുണ്ട്. ഞങ്ങൾ അവിടെ നിന്നൊക്കെ പറയുമ്പോൾ പാലാക്കാരെന്ന് പറഞ്ഞാൽ വേണ്ടി വന്ന മുണ്ടൊക്കെ മടങ്ങി കുത്തി ഒന്നും കുറവും കൊടുക്കാൻ കരുത്തുള്ളവരാണ് പാലാക്കാരെന്ന് പറയുന്നത്. പാലക്കാര് പെൺപിള്ളേരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ എന്നോടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള സമയങ്ങളൊക്കെ വരാം. നിങ്ങൾ പ്രിപ്പയർഡ് ആണോ? നിങ്ങൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളും ചോദിക്കാം. ആരാണ് നമ്മുടെ മോഡറേറ്റർ? ആരായിരിക്കും? ഞാൻ ഏതെങ്കിലും ഭാഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. മൈക്കിന്റെ സൗണ്ടൊക്കെ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പുറകോട്ട് വരാം. ചോദിച്ചു. സാർ, എൻ്റെ പേര് സാൻജോ ജെയിംസ്. ഞാൻ കടുത്തുരുത്തിക്കാരനാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് സാറിന്റെ മുമ്പിൽ ഇങ്ങനെ ചോദിക്കുന്നത്. ഇത്രയും കൂടുതൽ യുവജനങ്ങളുടെ മുമ്പിൽ നിന്ന് ആദ്യമായിട്ടാണ് പാലായിലെ ഇത്രയും യുവജനങ്ങളെ ഞാൻ കാണുന്നത്. അപ്പം വളരെ സന്തോഷമുണ്ട്. സാൻജോ, ജീവിതത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. സാൻജോ, അതത്രേ ഉള്ളൂ സാർ. അതുകൊണ്ടല്ലേ എനിക്ക് എണീറ്റ് ചോദിക്കാൻ തോന്നും. എഴുന്നേറ്റ് നിന്ന് കരുത്തോടുകൂടി ചോദിക്കൂ സാൻജോ. വർഷങ്ങൾക്ക് ശേഷം സാൻജോ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിൽക്കും. സാറിന് നല്ല വാക്കുകൾക്ക് നൽകി അങ്ങനെ എനിക്ക് നിൽക്കാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് സാറ്, എനിക്ക് ആദ്യം ഫ്രാൻസിസ് അസീസി പറഞ്ഞ ഒരു വാക്കാണ് മനസ്സ് വരുന്നത്, ഒരു കാര്യമാണ് മനസ്സ് വരുന്നത്. ഫ്രാൻസിസ് ഇങ്ങനെയാണ് പറഞ്ഞത്, എന്താണ്, താൻ എന്തെങ്കിലും ഇന്നായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഇപ്പോൾ ഒരു ആക്ടറാണ്, അതിലൊരു സംവിധായകനാണ്, അല്ലെങ്കിൽ പല മേഖലകളിലും സാർ ഇപ്പോൾ ഉണ്ട്. അപ്പം ഈ അവസരങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ വെല്ലുവിളികളെ നേരിടേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഫിലിം ഇൻഡസ്ട്രി. അപ്പം സാറിന് അങ്ങനെ ചില സമയത്ത് ഒരു ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു ദൈവാനുഭവം അല്ലെങ്കിൽ സാറിന് ഞാൻ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന ഈ സമയത്ത് ഒരു ദൈവം ഇടപെട്ടിട്ടുണ്ട് എന്ന് തോന്നിയ ഒരു അവസരം, അല്ലെങ്കിൽ ഞാൻ തീരുമാനമെടുക്കുമ്പോൾ ഇത് ദൈവം എനിക്ക് പറഞ്ഞു തന്നതാണ്, അല്ലെങ്കിൽ ഈ തീരുമാനത്തിൽ എന്തോ ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ട് എന്ന് സാറിന് തോന്നിയ ഒരു അവസരം ഷെയർ ചെയ്യാൻ പറ്റും? സാൻജോ, നല്ല ചോദ്യം സാൻജോ. എന്റെ ഒരു 3 മിനിറ്റ് സാൻജോ കൊണ്ടുപോയി കേട്ടോ. 3-4 മിനിറ്റ്. സാൻജോ, നല്ല ചോദ്യമാണ് സാൻജോ. നിങ്ങൾ ജെയിംസ് ആൻഡ് ആലീസ് കണ്ടിട്ടുണ്ടോ? അതിൽ എന്റെ റോൾ എന്താ? പത്രോസ്ലിഹ.
ജെയിംസ് ആൻഡ് ആലീസ് തിയേറ്ററിൽ പോയി കണ്ടവർ മാത്രം കൈവെക്കണം. സത്യമേ പറയാമോ? നോണ പറഞ്ഞൊക്കെ വെടിവെച്ചുള്ളൂ. ജെയിംസ് ആൻഡ് ആലീസ് തിയേറ്ററിൽ പോയി കണ്ട 1, 2, 3, 4, 5, 15 പേര്. 10,000 പേരിൽ 15 പേര് മാത്രമേ ജെയിംസ് ആൻഡ് ആലീസ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ. മക്കളെ, ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, സാൻജോയുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് പറയട്ടെ. പിന്നെ എങ്ങനെ ഇവിടെ നല്ല സിനിമ ഉണ്ടാവും? പിന്നെ ഇത്രയും നല്ല സിനിമയായിട്ട് സെയിന്റ് പീറ്ററിനെയൊക്കെ ഒന്ന് പോർട്രേ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയതുപോലെ ഇനി ഒരു സിനിമ ഇവിടെ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ നല്ല സിനിമകൾക്കും ചീത്ത സിനിമകൾക്കും ഒക്കെ പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല, പൊയ്ക്കോ. പക്ഷെ ഇതുപോലുള്ള നല്ല സിനിമയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോകണം. നല്ല ഒരു മെസ്സേജ് ആയിരുന്നു. പൃഥ്വിരാജ് ജെയിംസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു, വേദിക ആലീസിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയിൽ സെയിന്റ് പീറ്ററായിട്ട് അവരുടെ ജീവിതത്തിന്റെ കണക്കെടുക്കാൻ വരുന്ന ഒരു ഓഡിറ്ററായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. കണ്ടിട്ടുണ്ടാവും മൂവി? ആ മൂവിയിൽ ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ മൂവിയിലെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ, അവിടെ സാൻജോയുടെ ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഈ ഫോറിൻ ഫിലിംസിലൊക്കെ ഉള്ള പോലെ ഫ്രിഡ്ജൊക്കെ തുറന്ന് കാഷ്വലായിട്ട് ബിയറൊക്കെ അടിക്കുന്ന ഏഞ്ചൽസിനെ കണ്ടിട്ടുണ്ടോ? മിഖായൽ മാലാഖയുടെയൊക്കെ ഒരു സിനിമ അങ്ങനെയൊക്കെ ഹോളിവുഡിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കാഷ്വലാണ്, ഫ്രിഡ്ജൊക്കെ തുറന്നൊരു ബിയറൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് പറഞ്ഞവരൊക്കെ പറയും. അതേപോലെ ഇവിടെ സെയിന്റ് പീറ്റർ മദ്യം ഒഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബിയർ ഒഴിച്ചുകൊണ്ടോ ഒക്കെ സംസാരിക്കുന്ന പോലത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ സെയിന്റ് പീറ്ററിന്റെ ഒരു റോള് ചെയ്യുകയും മദ്യം ഒഴിച്ചു കൊടുക്കുകയും വരികയും ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. ഞാൻ ആരോടും അതിനെ പറ്റിയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ പിന്നീട് അത് ഷൂട്ട് ചെയ്യേണ്ട സമയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. ആ സീൻ തന്നെ ആ സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും എൻ്റെ പ്രാർത്ഥനയും എല്ലാം ദൈവം കേട്ടതിൻ്റെ ഒരു വലിയ തെളിവായിട്ട് ഞാനത് കാണുകയാണ്. കാരണം നമുക്ക് മുന്നിൽ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. സാൻജോയുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെയാണ്: നമുക്ക് മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, പക്ഷെ നമുക്ക് ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിനുള്ളിൽ വേണം. ഈ ലോകമോ ഈ മനുഷ്യരോ അല്ല നമുക്ക് നമ്മുടെ നേട്ടങ്ങൾ തരുന്നത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് എൻ്റെ ദൈവത്തിന്റെ കൃപയാലാണെന്ന പൗലോസ്ലിയുടെ വാക്കുകൾ ഉള്ളിൽ കുറിക്കുക. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും നിന്റെ തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുക. നിനക്ക് ഒന്നും സംഭവിക്കുകയില്ല. ജോഷുവ 1:9 പറയുന്ന പോലെ നീ പോകുന്നിടത്തെല്ലാം ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. എവിടെയാ വചനം പറയുന്നത്? ജോഷുവ 1:9. അത് മനസ്സിൽ ഇങ്ങനെ കുറിച്ചു വെച്ചോ. പക്ഷെ ആ പ്രോമിസിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ജോഷുവ 5:3 പറയുന്നുണ്ട്. എന്താണ് ആ വചനം പറയുന്നത്? നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം സംഭവിക്കും. ലൈഫിൽ മിറക്കിൾ ഉണ്ടായി കാണണമെന്നുണ്ടെങ്കിൽ വേണ്ട ഒരു എളുപ്പ വഴിയാണത്. ക്ലെൻസ് യുവർ സെൽഫ്. ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളെ ജീവിതത്തിലേക്ക് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. സാൻജോ, താങ്ക് യു. സാൻജോ, താങ്ക് യു സാർ. സാറേ, പാലായിലെ ആമ്പിളേർ 2ാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഒന്നുമില്ല. പാലായുടെ അഭിമാനം കാത്ത പെങ്കൊച്ചിന്റെ പേര് പറയൂ. പെങ്കൊച്ച് പേര് അമലു. രാമപുരത്തിന്റെ അഭിമാനമായ അമലുവിനും കൊടുക്കൊരു വലിയ കൈയടി. അമലു പറ. സാർ, ദൈവവിളിയെ കുറിച്ച് സംസാരിക്കുകയുണ്ടായല്ലോ. അപ്പോ സാർ ചോദിച്ചു, നിങ്ങളുടെയൊക്കെ വീട്ടില് ആവശ്യത്തിന് മക്കളുണ്ടോ എന്നൊരു ചോദ്യം കൂടെ ചോദിക്കുകയുണ്ടായി. ഞാൻ ചോദിച്ചോട്ടെ, അടിച്ചിരിക്കാതെ. ചോദ്യം മറ്റൊന്നുമല്ല, ദൈവവിളി കുറഞ്ഞു പോകുന്നു എന്നൊരു ഫീലിംഗ് ഈ ഒരു കാലഘട്ടത്തില്, അതായത് അനാവശ്യമായ അപക്വമായ പ്രണയബന്ധങ്ങളിലൊക്കെ പെട്ടുപോകുന്ന യുവതലമുറ
ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ദൈവവിളി കുറഞ്ഞു പോകുന്നു എന്നൊരഭിപ്രായം സാറിനുണ്ടോ? ഇനി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നാണ് സാറിന് തോന്നുന്നത്? അതുപോലെ സാറിന് 5 മക്കളുണ്ടല്ലോ, ഒരു 5 പേര്. മിനിറ്റ്, ഈ അമലു എവിടെയാ? ഞാനൊന്ന് കണ്ടോട്ടെ. ഞാനൊന്ന് അമലുവിന്റെ അടുത്തേക്ക് വരാം. ചോദിച്ചു. സാറിന്റെ 5 മക്കളെ ഈശോ വിളിക്കുവാണെങ്കിൽ ഒരു മടിയും കൂടാതെ 5 പേരെ കൊടുക്കുവോ? എന്റെ പൊന്ന അമലു, ഞാനൊരു വാക്ക് തരട്ടെ അമലുവിന്. ഈ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും ഒക്കെ 16ാമത്തെ വയസ്സിൽ തോന്നിയ ബോധം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്റെ പൊന്നെ, ഞാൻ ഇന്നൊരു അച്ഛനായത്. ആ തിരിച്ചറിവ് കിട്ടാൻ വൈകിപ്പോയത് കൊണ്ട് ഇപ്പൊ എന്റെ 5 മക്കളും അച്ഛന്മാരും കന്യാസ്ത്രീമാരും ആവണമെന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഭാര്യയും 100 വട്ടം സമ്മതിച്ചിരിക്കും. ഒരു മാറ്റവും. അതെങ്ങനെയെങ്കിലും ഒന്ന് സംഭവിക്കണേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. അമലു പ്രാർത്ഥിക്കണം. ഈ 10,000 യൂത്തും കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ സെറ്റായി. അത് മാത്രമല്ല അമലു, 10-75 വയസ്സൊക്കെ ആവുമ്പോ എനിക്കും വേണമെങ്കിൽ സെമിനാരിൽ ചേരാനുള്ള ഒരു വകുപ്പൊക്കെ ഉണ്ട്. ജെസിക്ക് കന്യാസ്ത്രീക്ക് ആവാനും പോകാനും എനിക്ക് അച്ഛന്മാരുടെ അടുത്തേക്ക് സെമിനാരിൽ പോകാനും ഒക്കെയുള്ള ഒരു വകുപ്പ് ഉണ്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ വഴി അറിഞ്ഞത്. പക്ഷെ മക്കളൊക്കെ സമ്മതിക്കണം, ഉത്തരവാദിത്തങ്ങളൊക്കെ തീരണം. പക്ഷെ അതൊന്നും എനിക്ക് അനുവദിച്ചിട്ടുണ്ടോ, എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നതിൻ്റെ എത്രയോ മുകളിലാണ് ചെറിയ പ്രായത്തിൽ ഈ ലോകത്തിൻ്റെ നിസ്സാരമായ ഒരു ചുറ്റുപാടുകളെയും വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ഒരു മഹിമയും കണ്ടെത്താനുള്ള കൃപ. അതൊരു ചെറിയ കാര്യമല്ല. ജെയിംസ് അനാലിസിൽ പറഞ്ഞ പോലെ ലൈഫ് ഇങ്ങനെ കടന്നു പോകും. നിങ്ങൾ ഇന്ന് കാണുന്ന സിജോയ് ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഇന്ന് എൻ്റെ അവസാന ദിവസമായിരിക്കും. മരണം ഏത് നിമിഷവും മനുഷ്യനെ മുന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ തയ്യാറായിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ കടന്നു ചെല്ലുന്നതോ മരണമില്ലാത്ത, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ നിത്യതയുടെ ഒരു ലോകം. ദാറ്റ്സ് എ സ്പിരിച്വൽ വേൾഡ്. അത് മനസ്സിലാകണമെങ്കിൽ നല്ല പോലെ നമുക്ക് ദൈവത്തിന്റെ കൃപ വേണം. അതല്ലാതെ നമുക്ക് ഒരിക്കലും ഈ ലോകത്തിന് ശേഷം ആത്മീയമായ മറ്റൊരു ലോകമുണ്ടെന്നോ ആ ലോകത്തിൽ നമുക്കെല്ലാം മുഖാമുഖം ദൈവത്തെ ദർശിക്കാൻ സാധിക്കും എന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇവിടെ നമ്മുടെ ബന്ധത്തിലുള്ള അപ്പച്ചനോ അമ്മച്ചിയോ വല്യപ്പച്ചന്മാരോ ഒക്കെ മരിക്കുമ്പോഴേ സ്വർഗത്തിൽ സന്തോഷമാണ്. കാരണം ഭൂമിയിലെ ഓരോ മരണവും നിത്യതയിലേക്കുള്ള ജനനമാണ്. ആ വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. ആ വിശ്വാസം നമുക്കില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് മക്കളെ. There is a spiritual world. ആ 9 മാസം ഉദരത്തിലിരിക്കുന്ന ഒരു കുഞ്ഞ് ഈ ലോകത്തെ പറ്റി ഒരു കേൾവിയോ ഒരു ദർശനങ്ങളോ ഇല്ലാതെ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരു പുതിയ ലോകത്തിലേക്ക് ജനിച്ച് അതിന്റെ മാതാപിതാക്കളുടെ കയ്യിലേക്ക് വീഴുന്നത് പോലെ ഈ ഭൂമിയിലെ 80-90 വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയാകുന്ന അമ്മയിൽ നിന്നും വേർപെട്ട് നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് ജനിക്കുന്ന ഒരു ലോകമുണ്ട്. ഞാനെപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്. ഈ ഉദരത്തിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എൻ്റെ പ്രസവമാണ് ആദ്യം നടന്നതെന്നും വിചാരിക്കുക. അപ്പൊ ഞാൻ ആ വ്യക്തിയുടെ കൺമുന്നിൽ നിന്ന് പോകുമ്പോൾ ആ വ്യക്തിക്ക് തോന്നുന്നത് എന്താ? സിജോയ്,
മരിച്ചു അല്ലെ, എനിക്ക് പേര് പോലും ഇല്ല, പക്ഷെ ആ വ്യക്തി അവന്റെ കൺമുന്നിൽ നിന്ന് പോയപ്പോ മരിച്ചു എന്ന് പറയും. സത്യത്തിൽ ഞാൻ മരിക്കുകയാണോ ചെയ്തത്? ഞാൻ ജനിക്കുകയാണ് ചെയ്തത്. നമ്മളെ കാത്തിരിക്കുന്ന ഒരു പിതാവും ഒരു മാതാവും നമുക്കുണ്ട് എന്നൊരു ബോധ്യമാണ് സ്പിരിച്വൽ ജീവിതത്തിന്റെ അടിസ്ഥാനം. അമലുവിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു, മക്കളുടെ കാര്യം. പിന്നെ പറഞ്ഞു ദൈവവിളി കുറഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ അല്ലെ? അമലു ഇരിക്കരുത്. അമലു കുറച്ചു നേരം ശിക്ഷയാണ്, എഴുന്നേറ്റ് നിൽക്കും. നോക്കട്ടെ, അമലു ദൈവവിളി കുറഞ്ഞിട്ടില്ല. അമലു, നമുക്ക് എണ്ണമല്ല വേണ്ടത്, നമുക്ക് വണ്ണമാണ് വേണ്ടത് അല്ലേ? സ്പിരിച്വലായി കത്തിജ്വലിക്കാത്ത, മറ്റുള്ളവർക്ക് നക്ഷത്രങ്ങളായി മാറാത്ത ഒരുപാട് വൈദികരും കന്യാസ്ത്രീമാരും എന്തിനാണ്? പകരം ക്രിസ്തുവിന് വേണ്ടി കത്തിജ്വലിക്കുവാനും അവനു വേണ്ടി ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനും തീക്ഷ്ണതയുള്ള കുറച്ച് കന്യാസ്ത്രീമാരും കുറച്ച് അച്ഛന്മാരുമേ നമുക്കുള്ളെങ്കിൽ അതാണ് ദൈവവിളി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഞാൻ എണ്ണത്തിൽ വിശ്വസിക്കുന്നില്ല, വണ്ണത്തിൽ വിശ്വസിക്കുന്നു. കാരണം അതല്ലേ ശരിയാമല്ലോ. പിന്നെ എന്തായാലും ചോദ്യം അമലുവിന് ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവവിളി അമലുവിനുണ്ടായ അമലു എന്തു പറയും? ഇതുകൊണ്ട് ബാക്കി ആരും എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കരുത്. സർ, ദൈവവിളി 3 തരത്തിലുണ്ടല്ലോ: പൗരോഹിത്യം, സന്യാസം, വിവാഹം. പിന്നെ ഈ ജീവിതത്തിലേക്കുള്ള വിളി ഒരു ദൈവവിളിയാണല്ലോ. ഇതിലേക്ക് ശക്തി മാത്രമല്ല ബുദ്ധിയുമുണ്ട്. ഏത് ദൈവവിളിയാണേലും യെസ്. ദൈവവിളി അല്ലാതെ മറ്റൊരു വിളി അമലു സ്വീകരിക്കില്ലല്ലോ. ഈ 3 വിളിയിൽ ദൈവവിളിയിൽ അമലുവിനൊരു നല്ല വിളി തമ്പുരാൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല, അമലു നീ എന്നെ കീഴടക്കി. നിനക്ക് വേണ്ടി ഈ മുഴുവൻ ജനവും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഒരു മിനിറ്റ് ഒന്ന് കണ്ണുകളടച്ചിട്ട് ഈ സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ ജീവിതാന്തസ്സിലേക്കുള്ള ദൈവവിളി ഉണ്ടാവാൻ വേണ്ടി ഒരു നിമിഷം ഒന്ന് എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ നമുക്ക് ഈ സമയം നമ്മുടെ ഒപ്പം മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അമ്മേ, അവിടെ ആരെങ്കിലും ഉണ്ടാവണോ? ഒന്നിനെതിരെ 2ാമത്തെ ഗോൾ അടിച്ചിരിക്കും.